നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 24 മുതൽ നവംബർ 30 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറുകാർക്ക് ഈ വാരം കർമ്മ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും. പ്രവൃത്തികളിൽ ഉയർച്ച ഉണ്ടാകുന്ന വാരമാണ്. സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കാനിടയുണ്ട്. സന്തോഷം, മനസമാധാനം എന്നിവയ്ക്കും യോഗമുള്ള സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ടെൻഷൻ, മനപ്രയാസങ്ങളോ മറ്റോ ഉണ്ടായി മാനസിക ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച, പരിക്ക് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കാലിൽ മുറിവ്, എല്ലുകൾക്ക് ക്ഷതം, പൊട്ടലോ മറ്റോ ഉണ്ടാകാനിടയുണ്ട്. ആയതിനാൽ യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീരം. ഇടവക്കൂറുകാർ ഈ വാരം വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ട വാരമാണ്. ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടായേക്കാം. തൊഴിലിടങ്ങളിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ ശത്രുക്കൾ ഉണ്ടായേക്കാം. സാമ്പത്തിക വിഷയങ്ങളിൽ കരുതലെടുക്കേണ്ട സമയമാണ്. കടബാധ്യതകളോ മറ്റോ ഉണ്ടാകാനും ഇടയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാം. ചിലവുകൾ വർദ്ധിക്കാനും സാഹചര്യമുണ്ട്. കർമ്മപ്രവൃത്തി മേഖലയിൽ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് ഇടവക്കൂറുകാർക്ക്. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർ ഈ വാരം പ്രവൃത്തികളിൽ വിജയം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം, നേട്ടം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് മിഥുനക്കൂറുകാർക്ക്. വാഹനയാത്രകളിലും ദീർഘദൂര യാത്രകളിലും കരുതലെടുക്കണം. വീഴ്ച, അപകടാവസ്ഥകളോ പരുക്കോ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം കുടുംബാംഗങ്ങളുമായി വാക്തർക്കങ്ങൾ, പ്രയാസങ്ങൾ, ഭിന്നതകൾ എന്നിവ ഉണ്ടായേക്കാം. ശത്രുതാ മനോഭാവങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സംസാരം, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കേണ്ടതാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ കരുതലെടുക്കുക. ധനപരമായ വിഷയങ്ങളിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. മാനസികാരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ജീവിതശൈലി രോഗങ്ങളുള്ളവർ ചികിത്സകൾക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ്. വീഴ്ച, പരിക്ക്, അപകടാവസ്ഥകളോ മറ്റോ ഉണ്ടാകാനും ഇടയുണ്ട്. ആയതിനാൽ ജാഗ്രത പുലർത്തുക. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വാരമാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം. കർമ്മപ്രവൃത്തി മേഖലയിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് നേട്ടം, ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. മാനസിക ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ്. ജീവിതശൈലി രോഗങ്ങളുള്ളവർ ജാഗ്രത പുലർത്തണം. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര. കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണം, ലാഭം, നേട്ടം എന്നിവ ഉണ്ടാകുന്ന സമയമാണ് കന്നിക്കൂറുകാർക്ക്. സാമ്പത്തികമായി ഗുണം ലഭിക്കാം. സാമ്പത്തിക വിഷയങ്ങളിൽ ഉയർച്ച, ലാഭം, ധനനേട്ടം, ബിസിനസ്സിൽ നിന്ന് വരുമാനം എന്നിവ ഉണ്ടാകുന്ന വാരമാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് സന്തോഷം, ഐക്യം എന്നിവ നിലനിർത്താനാകും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സംസാരം, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കുക. കലഹം, ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ധനനഷ്ടം സംഭവിക്കാനും ഇടയുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്രകളിലും വാഹനയാത്രകളിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. കർമ്മത്തൊഴിൽ പ്രവൃത്തി മേഖലയിൽ കരുതലെടുക്കേണ്ട സമയമാണ് തുലാക്കൂറുകാർക്ക് ഈ വാരം. കർമ്മമേഖലയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കർമ്മമേഖലയിൽ പ്രയാസങ്ങൾ, ജോലിഭാരം, മാനസിക പ്രയാസങ്ങളോ മറ്റോ അനുഭവത്തിൽ വരാം. സാമ്പത്തിക വിഷയങ്ങളിൽ കരുതലെടുക്കണം.
ധനപരമായി പ്രയാസങ്ങളോ മറ്റോ ഉണ്ടാകാം. ബിസിനസ്സിൽ ജാഗ്രത പുലർത്തണം. ബിസിനസ്സിൽ നഷ്ടസാധ്യതകളോ മറ്റോ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. BP, പ്രമേഹം തുടങ്ങി ജീവിതശൈലി രോഗങ്ങളുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖ, മനിരം, തൃക്കേട്ട. സാമ്പത്തികമായ ഗുണം, നേട്ടം, ലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. ബിസിനസ്സിൽ ഉയർച്ച, ലാഭം, ധനനേട്ടം എന്നിവ ഉണ്ടാകും. കർമ്മപ്രവൃത്തി മേഖലയിൽ ഉയർച്ച, പുരോഗതി, സ്ഥാനമാനങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി നേട്ടം, ഉയർച്ച, പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം. ധനപരമായി ഗുണം ലഭിക്കാം. കാര്യതടസ്സങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം. കർമ്മപ്രവൃത്തി മേഖലയിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. സാമ്പത്തികമായി പ്രയാസങ്ങൾ, തടസ്സങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമുണ്ടാകുന്ന വാരമാണ് മകരക്കൂറുകാർക്ക്. സംസാരം, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ ഏറെ മിതത്വം പാലിക്കേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. യാത്രാവേളകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച, പരിക്ക്, അപകടാവസ്ഥകളോ മറ്റോ ഉണ്ടായെന്നു വരാം. കുംഭക്കൂറ്. അവിട്ടം, ചതയം, പൂരോരുട്ടാതി. കർമ്മപ്രവൃത്തി മേഖലയിൽ ഗുണം, ഉയർച്ച, പ്രവൃത്തികളിൽ വിജയം എന്നിവ ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. വാഹനയാത്രകളിൽ കരുതലെടുക്കുക. മാനസിക പ്രയാസങ്ങൾ, ടെൻഷൻ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. സാമ്പത്തിക വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുക. കർമ്മപ്രവൃത്തി മേഖലയിൽ വിജയമുണ്ടാകും. സംസാരം, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നയന രോഗങ്ങൾ, അലർജി എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.